ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. സ്നാക്ക് സ്നൈഡർ സംവിധാനം ചെയ്ത് നെറ്റ്ഫ്ലിക്സ് വഴി ഡയറക്റ്റായിട്ട് OTT റിലീസ് ചെയ്ത സിനിമയായിരുന്നു റബൽ മൂൺ പാർട്ട് 1 എ ചൈൽഡ് ഓഫ് ഫയർ എന്ന് പറയുന്ന ചിത്രം. ഈ ക്രിസ്മസ് റിലീസിനാണ് ഈ സിനിമ ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഏകദേശം റണ്ണിങ് ടൈമായിട്ട് കണക്കാക്കപ്പെടുന്നത് 2 മണിക്കൂറും 15 മിനിറ്റുമാണ്. ഞാൻ ഈ സിനിമ കണ്ടായിരുന്നു. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. സിനിമയുടെ കഥയെന്ന് പറയുന്നത് ഒരു പുതുമയില്ല, സാധാരണ കണ്ടുവരുന്ന ഒരു കഥ തന്നെയാണ് ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ വ്യത്യസ്തമാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സ്നൈഡർ കട്ട് എന്ന് പറയുന്ന സംഭവമാണ്. സ്നാക്ക് സ്നൈഡർ എന്നുള്ള സംവിധായകനെ മെയിനായിട്ട് ഫാൻസ് കൂടെയുള്ള ഒന്നാമത്തെ കാരണം അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് തന്നെയാണ്. സ്നൈഡർ കട്ടും ഇത് മാസ് മരിക സംഭവങ്ങളാണ്. ആ സിനിമയെ വേറൊരു എക്സ്പീരിയൻസ് ലെവലിൽ കൊണ്ടെത്തിക്കും. സിനിമയുടെ കഥയെന്ന് പറയുന്നത് ഒരു യൂണിറ്റി, മദർ വേൾഡ് എന്ന് പറയുന്ന യൂണിറ്റിയിൽ അതിൽ കീഴിൽ വർക്ക് ചെയ്യുന്ന ഡെട്രോത്ത് എന്ന് പറയുന്ന സംഘം എല്ലാ ഗ്രഹങ്ങളിലും ചെന്ന് അവരുടെ അടിമത്തം എല്ലാവരെയും അടിച്ചേൽപ്പിക്കുകയും അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ ആ ഗ്രഹത്തിനെ നശിപ്പിച്ചതിന് ശേഷം വേറെയുള്ള ഗ്രഹങ്ങളിൽ സഞ്ചരിച്ച് അങ്ങനെ അടിമത്തം സ്ഥാപിച്ചു പോകുന്ന ഒരു ടീമാണ് അവർ. അങ്ങനെ ഇരിക്കെ ഫാമേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ നോക്കുകയും അങ്ങനെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഫാമേഴ്സിനെല്ലാം കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഡെട്രോയിറ്റിൽ മുൻപേ വർക്ക് ചെയ്തിരുന്ന ഒരു ഏജൻറ്റ് അസാസിൻ, റൂത്ത്ലെസ് അസാസിൻ അവർക്കെതിരെയായിട്ട് തിരിയുകയാണ്. മദർ വേൾഡിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി കുറച്ച് വാരിയേഴ്സിനെ തിരയുകയാണ് ആ വാരിയർ. അങ്ങനെ ആ വാരിയേഴ്സും ടീമൊപ്പം ചേർന്ന് ഈ മദർ വേൾഡിൻ്റെ യൂണിറ്റി എങ്ങനെ ചെറുത്തു നിൽക്കുമെന്നുള്ള കഥയാണ് സിനിമയിലൂടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. ചിത്രത്തിൻ്റെ മെയിൻ കഥയെന്ന് വെച്ചാൽ ഫാർമേഴ്സിനെ രക്ഷിക്കണം അവരുടെ കയ്യിൽ നിന്ന്, മദർ വേൾഡിൻ്റെ കയ്യിൽ നിന്ന്. അതാണ് ചിത്രത്തിൻ്റെ മെയിൻ കഥ. ഇതൊക്കെ നമ്മൾ കേട്ടുവരുന്ന സ്ഥിരമായി കണ്ടുവരുന്ന കഥയാണ്. പക്ഷേ സ്നൈഡറിൻ്റെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത് വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയെന്ന് പറയേണ്ടിയിരിക്കുന്നു. മറ്റേ കോറ എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടർ, അവരുടെ പെർഫോമൻസ് എല്ലാം അടിപൊളിയായിട്ടുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഓരോ ആക്ഷൻ സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ രക്ഷയില്ല, തിയേറ്ററിലേക്ക് എക്സ്പീരിയൻസ് തന്നെയെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സിനിമയിൽ അത്രയ്ക്ക് സ്ലോ മോഷൻസ് ഉണ്ട് സ്നൈഡർ കട്ടിൻ്റെ. നിങ്ങളിപ്പോൾ ഈ ഗൺ ഫൈറ്റൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഗണ്ണിൻ്റെ രൂപങ്ങൾ ഭയങ്കര വ്യത്യസ്തമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു യുണീക്ക്നെസ് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വ്യത്യസ്തമായിട്ടാണ് ഓരോ ഫ്രെയിമിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ആക്ഷൻ സീക്വൻസ് ഒക്കെ സ്ലോ മോണ്ട് നിറഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്, വെറുപ്പിച്ചിട്ടില്ല. അടിപൊളി ആക്ഷൻ സീക്വൻസാണ് ഈ സിനിമയിൽ മസ്റ്റ് വാച്ചബിളായിട്ട് കാണേണ്ടത്. ഈ സിനിമ ഇത് കഥയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് പടമെന്ന് എനിക്ക് പറയാനിരിക്കുന്നു. സ്നാക്ക് സ്നൈഡറിൻ്റെ എല്ലാ സിനിമയും എടുത്തു വെച്ച് നോക്കുമ്പം ഈ സിനിമ എല്ലാത്തിനും താഴെയാണ്. പക്ഷേ ഇതിൻ്റെ സ്നൈഡർ കൊട്ടുകൊണ്ട് ഈ സിനിമയുടെ എല്ലാം ഒപ്പത്തിരിക്കുന്ന സിനിമയാണ് സ്നാക്ക് സ്നൈഡറിൻ്റെ ഈ ചിത്രമായ റബൽ മൂൺ പാർട്ട് 1 എന്നുള്ള ചിത്രം. അപ്പോൾ പാർട്ട് 2 റിലീസ് ചെയ്യാൻ പോകുന്നത് ഈ ഏപ്രിലാണ്. അതും നെറ്റ്ഫ്ലിക്സ് വഴി തന്നെയാണ് ഡയറക്റ്റ് OTT റിലീസ്. സിനിമ ഗംഭീര സാധനം തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. വിഷ്വൽ ക്വാളിറ്റി എൻ്റെ പൊന്നിടവേ രക്ഷയില്ല. സ്നാക്ക് സ്നൈഡർ ഒരു സംഭവം തന്നെയാണ്. അദ്ദേഹം വീണ്ടും ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്നൈഡർ കട്ട് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എനിക്ക് ഹോളിവുഡിലെ സംവിധായകന്മാരിൽ ചുരുക്കം ചെറിയവരാണ് ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനാണ് സ്നാക്ക് സ്നൈഡർ. അദ്ദേഹത്തിൻ്റെ കട്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മേക്കിംഗ് ലെവലും സിനിമ 2 മണിക്കൂറും 15 മിനിറ്റ് വെറുത്തുണ്ടെന്ന് ചോദിച്ചാൽ തീർച്ചയായും വെറുത്തുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു പോയി. അപ്പം ക്രിസ്മസ് സമ്പാദനമായിട്ട് നെറ്റ്ഫ്ലിക്സിൻ്റെ വക കിടില സാധനമാണ് സ്നാക്ക് സ്നൈഡർ കൊടുത്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത സംഭവം തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് റബൽ മൂൺ പാർട്ട് 1 കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള പുതുപുത്തൻ വീഡിയോസ് വരാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക്സ്.